Hi, welcome all to Winners and Tech Hub Classes. അപ്പോൾ നമ്മൾ ഇന്നത്തെ PYQ സീരീസിൽ 2023 നടന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇറിഗേഷൻ അതേപോലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇറിഗേഷൻ ഇൻസ്പെക്ടർ ഇൻ ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് അല്ലേ കോമൺ എക്സാം ആയിരുന്നു. അപ്പോൾ ആ എക്സാമിൽ നിന്നുള്ള ഫ്ലൂയിഡ് മെക്കാനിക്സിലെ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമുക്ക് ഫ്ലൂയിഡ് മെക്കാനിക്സും ഹൈഡ്രോളിക് മിഷൻസിൽ നിന്നും ഏകദേശം ഒരു 10ഓളം ചോദ്യങ്ങൾ നമുക്ക് ആ ഒരു എക്സാമിൽ ചോദിച്ചിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഫ്ലൂയിഡ് മെക്കാനിക്സിൽ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസുകളും അതിനെ റിലേറ്റ് ചെയ്തുള്ള കൺസെപ്റ്റ്സുകളുമാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ വൺസ് അഗൈൻ ഐ വെൽക്കം യു ഓൾ to the session. Okay, so Royal Batch PYQ series AE Irrigation question paper code 050/23 ആയിരുന്നു. അപ്പോൾ നമുക്ക് ഫ്ലൂയിഡ് മെക്കാനിക്സിന്റെ സെറ്റ് 1 ആണ്. നമുക്ക് ഫ്ലൂയിഡ് മെക്കാനിക്സിൽ നിന്ന് ചോദിച്ച കുറച്ച് ചോദ്യങ്ങളും അതിന്റെ കൺസെപ്റ്റ്സും നമുക്ക് ഇന്നത്തെ സെഷനിൽ നോക്കാം. സോ ക്വസ്റ്റ്യൻ നമ്പർ 1 എന്താ പറഞ്ഞിരിക്കുന്നത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ബോയൻസി ആൻഡ് ഫ്ലോട്ടേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നുള്ളൊരു ചോദ്യമാണ് വന്നത്. ഈ ഒരു കൺസെപ്റ്റ് മിക്ക PSC എക്സാമുകൾക്കും നമുക്ക് കഴിഞ്ഞ ഒട്ടനവധി എക്സാമുകൾക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യം കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ കൺസെപ്റ്റ് കറക്റ്റായി മനസ്സിലാക്കി പോവുക. നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ഫോർ എ കംപ്ലീറ്റ്ലി സബ്മേർജ്ഡ് ബോഡി വിത്ത് സെന്റർ ഓഫ് ഗ്രാവിറ്റി G ആൻഡ് സെന്റർ ഓഫ് ബോയൻസി B, the condition of stability will be. Condition of stability will be option A, G is located above B, option B, G is located below B, option C, G and B are coincide, option D, none of the above. അപ്പോൾ സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയ നമുക്ക് ബോയൻസി ആൻഡ് ഫ്ലോട്ടേഷനിലെ രണ്ട് ടൈപ്പ് ബോഡികളുടെ സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന് കംപ്ലീറ്റ്ലി സബ്മേർജ്ഡ് ബോഡി. കംപ്ലീറ്റ്ലി സബ്മേർജ്ഡ് ബോഡിയുടെ സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയ എങ്ങനെയാണ് എന്ന് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. രണ്ടാമത്തത് ഫ്ലോട്ടിംഗ് ബോഡി അല്ലെങ്കിൽ പാർഷ്യലി സബ്മേർജ്ഡ് ബോഡി. ഈ രണ്ട് ബോഡികളുടെയും സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയ കറക്റ്റായി തന്നെ മനസ്സിലാക്കി പോവുക. തിയറട്ടിക്കൽ ക്വസ്റ്റ്യൻസ് ഒട്ടനവധി എക്സാമുകൾക്ക് റിപ്പീറ്റ് ആയിട്ട് ചോദ്യം വന്നിട്ടുണ്ട്. സോ നമുക്ക് ആ ഒരു കൺസെപ്റ്റ് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയ ഓഫ് എ കംപ്ലീറ്റ്ലി സബ്മേർജ്ഡ് ബോഡി എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ഫ്ലൂയിഡിൽ കംപ്ലീറ്റ് ആയിട്ട് സബ്മേർജ് ചെയ്തിരിക്കുന്ന ബോഡിയുടെ സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? അപ്പോൾ നമ്മൾ ബോയൻസി ആൻഡ് ഫ്ലോട്ടേഷനിൽ പഠിക്കുന്ന രണ്ട് ടേമുകളാണ്. ഒന്ന് സെന്റർ ഓഫ് ബോയൻസി എന്ന് പറയുന്നത്, അതാണ് നമ്മൾ B കൊണ്ട് നൊട്ടേറ്റ് ചെയ്യുന്നത്. അതേപോലെ സെന്റർ ഓഫ് ഗ്രാവിറ്റി, അതാണ് എന്താണ് G കൊണ്ട് നൊട്ടേറ്റ് ചെയ്യുന്നത് അല്ലേ. സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം ബോഡിയുടെ ഹോൾ വെയിറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. എന്താ സെന്റർ ഓഫ് ബോയൻസി? ആ പോയിന്റിലൂടെയാണ് നമ്മൾ buoyant force ആക്ട് ചെയ്യുന്നത്. the point through which the buoyant force is supposed to act. ആ പോയിന്റിനെ നമ്മൾ പറയുന്ന പേരാണ് സെന്റർ ഓഫ് ബോയൻസി. സെന്റർ ഓഫ് ബോയൻസി എന്ന് പറയുന്നത് സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ ഡിസ്പ്ലേസ്ഡ് ഫ്ലൂയിഡ് ആണെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. ഒരു ബോഡി നമ്മൾ ഒരു ഫ്ലൂയിഡിൽ കംപ്ലീറ്റ്ലി ഇമേഴ്സ് ചെയ്യുന്ന സമയത്ത് അവിടെ എത്രമാത്രം ഫ്ലൂയിഡ് ആണോ ഡിസ്പ്ലേസ് ചെയ്തത്, ആ ഡിസ്പ്ലേസ് ചെയ്തു പോയ ഫ്ലൂയിഡിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എവിടെയാണോ ആ പോയിന്റിനെയും നമ്മൾ എന്തെന്ന് പറയാറുണ്ട്? സെന്റർ ഓഫ് ബോയൻസി എന്ന് പറയാറുണ്ട്. ഡെഫിനിഷനൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ്ലി സബ്മേർജ്ഡ് ബോഡിയുടെ കേസിൽ സെന്റർ ഓഫ് ഗ്രാവിറ്റിയുടെയും സെന്റർ ഓഫ് ബോയൻസിയുടെയും റിലേറ്റീവ് പൊസിഷൻ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയ ഡിഫൈൻ ചെയ്തത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. കംപ്ലീറ്റ്ലി സബ്മേർജ്ഡ് ബോഡിയുടെ കേസിൽ സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയ ഡിഫൈൻ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന പൊസിഷൻസ് ഓർക്കുക. സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ ബോഡി ആൻഡ് സെന്റർ ഓഫ് ബോയൻസി B ആൻഡ് G. ഓക്കെ, ഈ രണ്ട് പൊസിഷൻസ് വെച്ചിട്ടാണ് കംപ്ലീറ്റ്ലി സബ്മേർജ്ഡ് ബോഡിയുടെ കേസിൽ സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയ പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ നോക്കേ, റിലേറ്റീവ് പൊസിഷൻ ഓഫ് B ആൻഡ് G എന്താ പറഞ്ഞിരിക്കുന്നത്? സെന്റർ ഓഫ് ബോയൻസി ഷുഡ് ബി അബവ് സെന്റർ ഓഫ് ഗ്രാവിറ്റി ആണെങ്കിൽ കണ്ടീഷൻ എന്താണ്? സ്റ്റേബിൾ ഇക്വിലിബ്രിയം. സെന്റർ ഓഫ് ബോയൻസി ഷുഡ് ബി ബിലോ സെന്റർ ഓഫ് ഗ്രാവിറ്റി ആണെങ്കിൽ കണ്ടീഷൻ എന്താണ്? അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. സെന്റർ ഓഫ് ബോയൻസി ആൻഡ് സെന്റർ ഓഫ് ഗ്രാവിറ്റി കോയിൻസൈഡ് ചെയ്യുവാണെങ്കിൽ കണ്ടീഷൻ എന്താണ്? ന്യൂട്രൽ ഇക്വിലിബ്രിയം. അതായത് ഒരു ബോഡി ഞാൻ എടുക്കുന്നു, ഈ ബോഡിയുടെ സെന്റർ ഓഫ് ബോയൻസി എന്ന് പറയുന്നത് ആ ബോഡിയുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയുടെ മുകളിലാണെങ്കിൽ, സെന്റർ ഓഫ് ബോയൻസി അബവ് സെന്റർ ഓഫ് ഗ്രാവിറ്റി ആണെങ്കിൽ ഈ ബോഡി എന്താണ്? സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാണ് എന്ന് പറയാം. അപ്പോൾ സെന്റർ ഓഫ് ബോയൻസി ഷുഡ് ബി അബവ് സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് തന്നെയാണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി ഷുഡ് ബി ബിലോ സെന്റർ ഓഫ് ബോയൻസി എന്ന് പറയുന്നത്. അതും ഓർക്കുക. സെന്റർ ഓഫ് ഗ്രാവിറ്റി ഷുഡ് ബി ബിലോ സെന്റർ ഓഫ് ബോയൻസി എന്ന് പറഞ്ഞാലും സെന്റർ ഓഫ് ബോയൻസി ഷുഡ് ബി അബവ് സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാലും രണ്ടും മീനിങ് സെയിം തന്നെയാണ്, സ്റ്റേബിൾ ഇക്വിലിബ്രിയം. ബോഡിയിൽ സെന്റർ ഓഫ് ബോയൻസി ആണ് മുകളിൽ വരുന്നതെങ്കിൽ അത് സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണ്. അത് നമുക്ക് രണ്ട് രീതിയിൽ പറയാം. ഒന്നുകിൽ ബോയൻസി അബവ് സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയാം, അല്ലെങ്കിൽ സെന്റർ ഓഫ് ഗ്രാവിറ്റി ബിലോ സെന്റർ ഓഫ് ബോയൻസി എന്ന് പറയാം. ഓക്കെ, രണ്ടാമത് നോക്കേ, സെന്റർ ഓഫ് ബോയൻസി ഷുഡ് ബി ബിലോ സെന്റർ ഓഫ് ഗ്രാവിറ്റി. അതായത് ഞാൻ ബോഡി എടുക്കുകയാണ്, സെന്റർ ഓഫ് ബോയൻസി എന്ന് പറയുന്നത് സെന്റർ ഓഫ് ഗ്രാവിറ്റിയുടെ താഴെ അല്ലേ. സെന്റർ ഓഫ് ബോയൻസി ബിലോ സെന്റർ ഓഫ് ഗ്രാവിറ്റി ആണ്. അങ്ങനെ വന്നാൽ അതെന്താണ്?
അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണ്. അതായത് സെന്റർ ഓഫ് ബോയൻസി ഷുഡ് ബി ബിലോ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെയും പറയാം, സെന്റർ ഓഫ് ഗ്രാവിറ്റി ഷുഡ് ബി above center of buoyancy. അങ്ങനെയും നമുക്ക് അതിനെ മീൻ ചെയ്യാം അല്ലേ. ഈ രണ്ട് രീതിയിൽ വന്നാൽ, അതായത് സെന്റർ ഓഫ് ബോയൻസി താഴെയായിട്ട് വന്നാൽ അതെന്താണ്, അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണ്. ഓക്കെ അല്ലേ. ഇനി അടുത്തത് സെന്റർ ഓഫ് ബോയൻസിയും സെന്റർ ഓഫ് ഗ്രാവിറ്റിയും കോയിൻസൈഡ് ചെയ്യുന്നു, രണ്ടും ഒരേ പോയിന്റിൽ വന്നാൽ അതെന്താണ്, ന്യൂട്രൽ ഇക്വിലിബ്രിയം ആണ്. അപ്പോൾ സെന്റർ ഓഫ് ബോയൻസിയുടെയും സെന്റർ ഓഫ് ഗ്രാവിറ്റിയുടെയും പൊസിഷൻ വെച്ചിട്ടാണ് നമ്മൾ കംപ്ലീറ്റ്ലി സബ്മേർജ്ഡ് ബോഡിയുടെ സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫ്ലോട്ടിംഗ് ബോഡിയുടെ സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയ പറ്റി ഒന്ന് നോക്കാം. The relative position of center of gravity and meta center determines the stability criteria of floating body അല്ലേ. അപ്പോൾ ഫ്ലോട്ടിംഗ് ബോഡിയുടെ സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയ ഡിഫൈൻ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിന്റെയാണ്, ബോഡിയുടെ മെറ്റാ സെന്ററിന്റെയും സെന്റർ ഓഫ് ഗ്രാവിറ്റിയുടെയും റിലേറ്റീവ് പൊസിഷൻ വെച്ചിട്ടാണ് അല്ലേ. ബോഡിയുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയും അതേപോലെ മെറ്റാ സെന്ററിന്റെയും റിലേറ്റീവ് പൊസിഷൻ വെച്ചിട്ടാണ് ഫ്ലോട്ടിംഗ് ബോഡി അല്ലെങ്കിൽ പാർഷ്യലി സബ്മേർജ്ഡ് ബോഡിയുടെ സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിഫൈൻ ചെയ്ത് നോക്കാം. റിലേറ്റീവ് പൊസിഷൻ m should be above center of gravity, the body should be in stable equilibrium. അതായത് നമ്മുടെ ബോഡി, ആ ബോഡിയുടെ മെറ്റാ സെന്റർ എന്ന് പറയുന്നത് ബോഡിയുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റി മുകളിലാണ്, അല്ലെങ്കിൽ നമുക്ക് പറയാം സെന്റർ ഓഫ് ഗ്രാവിറ്റി ഷുഡ് ബി ബിലോ മെറ്റാ സെന്റർ. സെന്റർ ഓഫ് ഗ്രാവിറ്റി ഷുഡ് ബി ബിലോ മെറ്റാ സെന്റർ ആണെങ്കിൽ അതെന്തിലായിരിക്കും, അത് സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഇനി ബോഡിയുടെ മെറ്റാ സെന്റർ എന്ന് പറയുന്നത്, മെറ്റാ സെന്റർ ഷുഡ് ബി ബിലോ സെന്റർ ഓഫ് ഗ്രാവിറ്റി. മെറ്റാ സെന്റർ സെന്റർ ഓഫ് ഗ്രാവിറ്റിക്ക് താഴെ, അല്ലെങ്കിൽ നമുക്ക് പറയാം സെന്റർ ഓഫ് ഗ്രാവിറ്റി ഷുഡ് ബി എബവ് മെറ്റാ സെന്റർ. ഇങ്ങനെ വന്നാൽ അതെന്താണ്, അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണ്. മെറ്റാ സെന്റർ താഴെ വന്നാൽ അൺസ്റ്റേബിൾ ആണ്. ഇനി സെന്റർ ഓഫ് ഗ്രാവിറ്റിയും മെറ്റാ സെന്ററും കോയിൻസൈഡ് ചെയ്താൽ ഒരേ പോയിന്റിൽ വന്നാൽ അതെന്താണ്, ന്യൂട്രൽ ഇക്വിലിബ്രിയം ആണ്. അപ്പോൾ ഫ്ലോട്ടിംഗ് ബോഡിയുടെ സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയ പറയുന്നത് മെറ്റാ സെന്ററിന്റെയും സെന്റർ ഓഫ് ഗ്രാവിറ്റിയുടെയും റിലേറ്റീവ് പൊസിഷനെ വെച്ചുകൊണ്ട്, അവിടെ മെറ്റാ സെന്റർ ആണ് മുകളിൽ വെക്കുന്നതെങ്കിൽ അത് സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലേക്ക് പോകും, മെറ്റാ സെന്റർ താഴെയാണെങ്കിൽ അത് അൺസ്റ്റേബിളിലേക്ക് പോകും. ഓക്കെ. അതേപോലെ കംപ്ലീറ്റ്ലി സബ്മേർജ്ഡ് ബോഡിയുടെ സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയ പറയുന്നത് സെന്റർ ഓഫ് ബോയൻസിയുടെയും സെന്റർ ഓഫ് ഗ്രാവിറ്റിയുടെയും റിലേറ്റീവ് പൊസിഷൻ വെച്ചിട്ടാണ്. അവിടെ സെന്റർ ഓഫ് ബോയൻസി ആണ് ഗ്രാവിറ്റിയുടെ മുകളിൽ നിൽക്കുന്നതെങ്കിൽ അത് സ്റ്റേബിൾ ആയിരിക്കും. സെന്റർ ഓഫ് ബോയൻസി ഷുഡ് ബി ബിലോ സെന്റർ ഓഫ് ഗ്രാവിറ്റി ആണെങ്കിൽ അത് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ആയിരിക്കും. രണ്ടും കോയിൻസൈഡ് ആണെങ്കിൽ ന്യൂട്രൽ എന്നുള്ള കൺസെപ്റ്റിലേക്ക് പോകും. ഓക്കെ. അപ്പോൾ ഏതിന്റെ റിലേറ്റീവ് പൊസിഷൻ വെച്ചിട്ടാണ് സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയ ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് തന്നെ മനസ്സിലാക്കും. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ കൺസെപ്റ്റ്. അങ്ങനെയാണെങ്കിൽ ആ ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് പോയാലോ. ആ ക്വസ്റ്റ്യൻ ഇറിഗേഷന് ചോദിച്ച ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് നമുക്കൊന്ന് പോയാലോ. ഫോർ എ കംപ്ലീറ്റ്ലി സബ്മേർജ്ഡ് ബോഡി, അപ്പോൾ കംപ്ലീറ്റ്ലി സബ്മേർജ്ഡ് ബോഡിയാണ്, സെന്റർ ഓഫ് ഗ്രാവിറ്റി ആൻഡ് സെന്റർ ഓഫ് ബോയൻസി, ദ കണ്ടീഷൻ ഓഫ് സ്റ്റെബിലിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റേബിൾ ഇക്വിലിബ്രിയം കണ്ടീഷനിൽ വരണമെങ്കിൽ കംപ്ലീറ്റ്ലി സബ്മേർജ്ഡ് ബോഡിയുടെ കേസിൽ സെന്റർ ഓഫ് ഗ്രാവിറ്റിയും സെന്റർ ഓഫ് ബോയൻസിയും എങ്ങനെയായിരിക്കണം, നമുക്കറിയാം സ്റ്റേബിൾ ഇക്വിലിബ്രിയം വരണമെങ്കിൽ സെന്റർ ഓഫ് ബോയൻസി ഷുഡ് ബി എബവ് സെന്റർ ഓഫ് ഗ്രാവിറ്റി ആയിരിക്കണം അല്ലേ. ബോഡി എടുത്തു കഴിഞ്ഞാൽ ആ ബോഡിയുടെ സെന്റർ ഓഫ് ബോയൻസി എന്ന് പറയുന്നത് ആ ബോഡിയുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയുടെ മുകളിലാണെങ്കിൽ നമുക്ക് പറയാം സ്റ്റേബിൾ ഇക്വിലിബ്രിയം. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ പറയാം, സെന്റർ ഓഫ് ഗ്രാവിറ്റി ഷുഡ് ബി ബിലോ സെന്റർ ഓഫ് ബോയൻസി. ഈ രണ്ട് രീതിയിലും നമുക്ക് സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിന്റെ കണ്ടീഷൻ പറയാം. ഒന്നുകിൽ സെന്റർ ഓഫ് ബോയൻസി ഷുഡ് ബി എബവ് സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയാം, അല്ലെങ്കിൽ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഷുഡ് ബി ബിലോ സെന്റർ ഓഫ് ബോയൻസി എന്ന് പറയാം. ഈ രണ്ട് കണ്ടീഷനും കംപ്ലീറ്റ്ലി സബ്മേർജ്ഡ് ബോഡിയുടെ സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിന്റെ കണ്ടീഷനാണ്. ഓപ്ഷനിൽ ഏതാണുള്ളത്, ജി ഈസ് ലൊക്കേറ്റഡ് എബവ് ബി. റോങ് ആണ്. ജി ഈസ് ലൊക്കേറ്റഡ് ബിലോ ബി. ജി ഷുഡ് ബി ബിലോ ബി. ഓപ്ഷൻ ബി ആണ് അവിടെ റൈറ്റ് ആൻസർ അല്ലേ. ജി ഈസ് ലൊക്കേറ്റഡ് എബോ ബി എന്ന് പറഞ്ഞാൽ എന്താ, സെന്റർ ഓഫ് ഗ്രാവിറ്റി ആണ് മുകളിൽ. ഇത് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണ്. ഇത് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിന്റെ കണ്ടീഷനാണ്. ജി ഈസ് ലൊക്കേറ്റഡ് ബിലോ ബി എന്ന് പറഞ്ഞാൽ സെന്റർ ഓഫ് ഗ്രാവിറ്റി സെന്റർ ഓഫ് ബോയൻസിക്ക് താഴെ, അതിനർത്ഥം സെന്റർ ഓഫ് ബോയൻസി തന്നെയാണ് അവിടെ മുകളിൽ വരുന്നത്. സോ അത് സ്റ്റേബിൾ ആണ്. ജിയും ബിയും സെന്റർ ഓഫ് ഗ്രാവിറ്റിയും സെന്റർ ഓഫ് ബോയൻസിയും കോയിൻസൈഡ് ചെയ്താൽ അതെന്താണ്, അത് ന്യൂട്രൽ ഇക്വിലിബ്രിയം ആണ്. ഓക്കെ അല്ലേ. പിന്നെ നൺ ഓഫ് ദ എബോ കണ്ടീഷനും അവിടെ ഉണ്ട്. ഓക്കെ. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ ഒറ്റ ഒരു കണ്ടീഷൻ മാത്രം പഠിച്ചു വയ്ക്കരുത്, ബി ഷുഡ് ബി എബോവ് ജി എന്ന് മാത്രം പഠിച്ചു പോകരുത്. ബി ഷുഡ് ബി എബോവ് ജി വന്നാൽ അതിനർത്ഥം ജി ഷുഡ് ബി എന്താണ്, ബിലോ ബി എന്നുമാണ് എന്നുള്ള കാര്യവും മനസ്സിലാക്കി പോവുക. ഓക്കെ. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നോർമലി എക്സാമുകൾക്ക് സ്ഥിരം ചോദിക്കുന്നതാണ്. അപ്പോൾ ആ കൺസെപ്റ്റ് കറക്റ്റ് ആയിട്ട് തന്നെ മനസ്സിലാക്കും. ഓക്കെ. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം നമുക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 2 എന്താ പറഞ്ഞിരിക്കുന്നത്? യെസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. കൺസിഡർ ദ ടർബുലന്റ് ഫ്ലോ ഓഫ് എ ഫ്ലൂയിഡ് ത്രൂ എ സർക്കുലർ പൈപ്പ് ഓഫ് ഡയമീറ്റർ d. ഐഡന്റിഫൈ ദ കറക്റ്റ് പെയർ ഓഫ് സ്റ്റേറ്റ്മെന്റ്സ്.
അതായത് ഒരു പൈപ്പ്, ആ പൈപ്പിന്റെ ഡയമീറ്റർ ഡി ആണ്. ആ ഡയമീറ്റർ ഡി ഉള്ള പൈപ്പിലൂടെ ഒരു ടർബുലന്റ് ഫ്ലോ ആണ് നടക്കുന്നത് എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ ആ ടർബുലന്റ് ഫ്ലോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പറയുന്നതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? നോക്കേ, സ്റ്റേറ്റ്മെന്റ് 1 നോക്കേ, ഫ്ലൂയിഡ് ഈസ് വെൽ മിക്സ്ഡ്. സ്റ്റേറ്റ്മെന്റ് 2 എന്താ? ഫ്ലൂയിഡ് ഈസ് അൺമിക്സ്ഡ്. Statement 3, Reynolds number less than 2300, Reynolds number greater than 2300. ഓക്കെ, അപ്പൊ നമുക്ക് നോർമലി അറിയാവുന്ന ഒരു കൺസെപ്റ്റ് തന്നെയാണ് Reynolds number അല്ലേ. Reynolds number എന്താണ്? It is defined as the inertia force, ratio of inertia force to viscous force. Inertia forceും വിസ്കസ് ഫോഴ്സും തമ്മിലുള്ള റേഷ്യോയെ നമ്മൾ പറയുന്ന പേരാണ് റെയ്നോൾഡ്സ് നമ്പർ. റെയ്നോൾഡ്സ് നമ്പറിന്റെ ബേസിസിലാണ് ഫ്ലോ ലാമിനാർ ആണോ ടർബുലന്റ് ആണോ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോർമലി പഠിച്ചിട്ടുണ്ട് ഫോർ എ പൈപ്പ് ഫ്ലോ, ഇന്റേണൽ ഫ്ലോ, റെയ്നോൾഡ്സ് നമ്പർ ലെസ് ദാൻ 2000 ആണെങ്കിൽ ലാമിനാർ ആണ്, റെയ്നോൾഡ്സ് നമ്പർ ഗ്രേറ്റർ ദാൻ 4000 ആണെങ്കിൽ ടർബുലന്റ് ആണ് എന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഇവിടെ ടർബുലന്റ് ഫ്ലോയെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ റെയ്നോൾഡ്സ് നമ്പർ എന്തായാലും നമുക്ക് ഇവിടെ പറയാം ഗ്രേറ്റർ ദാൻ എന്താണ് 2300. അപ്പോൾ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് അല്ലേ. റെയ്നോൾഡ്സ് നമ്പർ 2300 കൂടുതൽ വന്നാലാണ് അത് ടർബുലന്റ് ഫ്ലോ. മോസ്റ്റ്ലി നമ്മൾ 4000 കൂടുതലാണ് ടർബുലന്റ്, 2000 4000 ഇൻ ബിറ്റ്വീൻ ആണെങ്കിൽ നമ്മൾ ട്രാൻസിഷൻ ഫ്ലോ എന്നുള്ള രീതിയിലാണ് പറയുന്നത് അല്ലേ. ഇവിടെ നമ്മുടെ ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 4 എന്നുള്ളത് നമുക്ക് ടർബുലന്റ് ഫ്ലോയിലേക്ക് നമുക്ക് മാപ്പ് ചെയ്യാം. ഓക്കെ, ഇനി റെയ്നോൾഡ്സ് നമ്പറിന്റെ ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. എന്താ റെയ്നോൾഡ്സ് നമ്പറിന്റെ ഇക്വേഷൻ? റോ വി ഡി ബൈ മ്യൂ. പൈപ്പിന്റെ ഡയമീറ്റർ ഡി ആണെങ്കിൽ അത് വെച്ച് നമുക്ക് റെയ്നോൾഡ്സ് നമ്പർ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഒക്കെ നോട്ട് ചെയ്തേക്കാം. റോ വി ഡി ബൈ മ്യൂ. അതേപോലെ ഡെൻസിറ്റിയെ താഴേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? വി ഡി ബൈ ന്യൂ എന്ന് എഴുതാം അല്ലേ. റെയ്നോൾഡ്സ് നമ്പർ ഇൻ ടേംസ് ഓഫ് കൈനമാറ്റിക് വിസ്കോസിറ്റിയും ഇത് റെയ്നോൾഡ്സ് നമ്പർ ഇൻ ടേംസ് ഓഫ് ഡൈനാമിക് വിസ്കോസിറ്റിയും. ഇക്വേഷൻസും ഇമ്പോർട്ടന്റ് ആണ്, ക്വസ്റ്റ്യൻസുകൾ ഇക്വേഷൻ ബേസ് ചെയ്തും ചോദിക്കാം. ഇനി ഇവിടെ ഫ്ലൂയിഡ് ഈസ് വെൽ മിക്സഡ്, ഫ്ലൂയിഡ് ഈസ് അൺമിക്സഡ് എന്ന് പറയുന്നത് നമുക്കറിയാം. ടർബുലന്റ് ഫ്ലോ എന്ന് പറയുമ്പോൾ അവിടെ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ എന്താണ്, ഒരു റാൻഡം മോഷൻ ആണ്. ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നത്, അവിടെ മിക്സിങ്, പ്രോപ്പർ മിക്സിങ് നടക്കുന്നുണ്ട്. ലാമിനാർ ഫ്ലോ എന്ന് പറഞ്ഞാൽ അവിടെ എന്താ, ഒരു സ്ട്രൈറ്റ് ലൈൻ ഫ്ലോ ആണ് അല്ലേ, ഒരു കറക്റ്റ് പാത്തിൽ, അത് കറക്റ്റ് ആയിട്ട് ഒരു സ്ട്രൈറ്റ് ലൈൻ ഫ്ലോ തന്നെയാണ്. അവിടെ മിക്സിങ്ങോ കാര്യങ്ങളോ ഒന്നും എന്ത് ചെയ്യുന്നില്ല, നടക്കുന്നില്ല. അപ്പോൾ ഇവിടെ ടർബുലന്റ് ഫ്ലോ ആയതുകൊണ്ട് നമുക്ക് പറയാം ഫ്ലൂയിഡ് ഈസ് വെൽ മിക്സഡ് ആണ്. ഫ്ലൂയിഡ് എന്ത് ചെയ്തു, മിക്സ് ചെയ്യുന്നു. അൺമിക്സഡ് എവിടെയാണ് വരുന്നത്? അൺമിക്സഡ് ലാമിനാർ ഫ്ലൂയിഡ് ആണ്. അതേപോലെ റെയ്നോൾഡ്സ് നമ്പർ ലെസ് ദാൻ 2300 എവിടെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്? അതും ലാമിനാർ ഫ്ലോയിലാണ്. അപ്പൊ ചോദ്യം ടർബുലന്റ് ഫ്ലോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് ആൻസർ ഏതൊക്കെ പറയാം? സ്റ്റേറ്റ്മെന്റ് 1ഉം സ്റ്റേറ്റ്മെന്റ് 4ഉം ആണ് അല്ലേ. സോ ഓപ്ഷൻ എ ആണ് അവിടെ എന്ത്, റൈറ്റ് ആൻസർ. 1 and 4 ആർ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് അക്കോർഡിംഗ് ടു ടർബുലന്റ്. കണ്ടോ, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പക്ഷെ അത് മനസ്സിലാക്കുക, ടർബുലന്റ് ഫ്ലോ, ലാമിനാർ ഫ്ലോ, അതിന്റെ കണ്ടീഷൻസുകളൊക്കെ അറിയാമെങ്കിൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് പോകാം. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾ റെയ്നോൾഡ്സ് നമ്പറിന്റെ ഇക്വേഷൻസ് ഒക്കെ ഓർത്തിരിക്കുക. ഇക്വേഷനുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ വരാം. അങ്ങനെയുള്ള കൺസെപ്റ്റ്സുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോകാം. ഓക്കെ, യെസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ഫ്ലൂയിഡ് കൈനമാറ്റിക്സിൽ നിന്നുള്ള ചോദ്യമാണ്. ഫ്ലൂയിഡ് കൈനമാറ്റിക്സിൽ നമ്മൾ വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ ഓഫ് ഫ്ലൂയിഡ് പാർട്ടിക്കിൾ പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നല്ലൊരു ചോദ്യം തന്നെയായിരുന്നു. എ ഫ്ലോ ഫീൽഡ് വിച്ച് ഹാസ് ഓൺലി കൺവെക്റ്റീവ് ആക്സലറേഷൻ. ഏത് ഫ്ലോ ഫീൽഡിലാണ് കൺവെക്റ്റീവ് ആക്സലറേഷൻ മാത്രമുള്ളത്? ഓക്കെ, അപ്പൊ ആക്സലറേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക്, നമുക്ക് ആക്സലറേഷനെ പറ്റി ഒന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പൊ ആക്സലറേഷൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു 3 ഡയമെൻഷണൽ ഫ്ലോ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം 3 ഡയറക്ഷനിലും എന്ത് ചെയ്യുന്നുണ്ട്, ഫ്ലോ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ 3 ഡയറക്ഷനിലും ആക്സലറേഷൻ വരും. അപ്പൊ ജസ്റ്റ് നമുക്ക് എക്സ് ഡയറക്ഷനിലെ ആക്സലറേഷൻ ഇക്വേഷൻ എങ്ങനെയാണ് എഴുതുന്നത് നമുക്ക് നോക്കാം. എക്സ് ഡയറക്ഷനിൽ ആക്സലറേഷൻ ഇക്വേഷൻ നോക്കാം. എങ്ങനെയാണ് എക്സ് ഡയറക്ഷനിൽ ആക്സലറേഷൻ ഇക്വേഷൻ എഴുതുന്നത്? ആക്സലറേഷൻ എക്സ് ഡയറക്ഷൻ ഇസ് ഗിവൺ ബൈ u into dou u by dou x plus v into dou u by dou y plus w into dou u by dou z plus dou u by dou t. ഇതാണ് ആക്സിലറേഷൻ ഇൻ എക്സ് ഡയറക്ഷൻ്റെ ഇക്വേഷൻ. ഇവിടെ നിങ്ങൾ ഈ ഇക്വേഷൻ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. നമുക്ക് ആ ഒരു ഫ്ലോയിൽ പഠിച്ചു വയ്ക്കാം. നോക്കേ, എക്സ് ഡയറക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നിങ്ങൾ ആക്സിലറേഷൻ എഴുതാൻ പോകുന്നതെങ്കിൽ നമുക്കറിയാം എക്സ് ഡയറക്ഷനിലെ വെലോസിറ്റി കമ്പോണന്റ് ആണ് എന്ത്, u. y ഡയറക്ഷനിലെ വെലോസിറ്റി കമ്പോണന്റ് ആണ് എന്ത്, v. z ഡയറക്ഷനിലെ വെലോസിറ്റി കമ്പോണന്റ് ആണ് എന്ത്, w. ഇത് നമുക്കറിയാവുന്ന ബേസിക് ഫാക്റ്റ് ആണല്ലോ. യെസ്, അപ്പോൾ എക്സ് ഡയറക്ഷനിലെ ആക്സലറേഷൻ ആണ് നിങ്ങൾ എഴുതാൻ പോകുന്നതെങ്കിൽ ഡെറിവേറ്റീവ് എല്ലാം എന്തിന് വിത്ത് റെസ്പെക്ട് കൊടുക്കുക, യുവിന് വിത്ത് റെസ്പെക്ട് കൊടുക്കുക. കണ്ടോ, ഡോ യു ബൈ ഡോ എക്സ്, ഡോ വി ബൈ ഡോ വൈ, ഡോ യു ബൈ ഡോ വൈ, ഡോ യു ബൈ ഡോ ഇസഡ്, ഡോ യു ബൈ ഡോ ടി. എന്തുകൊണ്ടാണ്? ഞാൻ എക്സ് ഡയറക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ആക്സലറേഷൻ എടുക്കാൻ പോകുന്നത്. ഇനി ഇവിടെ ഓർഡർ നോക്കേ, യു വി ഡബ്ല്യു. ഇക്വേഷൻ എഴുതുന്നതിനകത്ത് എന്തെങ്കിലും ഡിഫിക്കൽട്ടി ഉണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് എഴുതി നോക്കേ,
ആക്സലറേഷൻ ഇൻ വൈ ഡയറക്ഷൻ. ആക്സലറേഷൻ ഇൻ വൈ ഡയറക്ഷൻ നോക്കുക, യു ഇൻറ്റു ഞാൻ വൈ ഡയറക്ഷനിലെ ആക്സലറേഷൻ ആണ് എഴുതാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഏതിന് വിത്ത് റെസ്പെക്ട് ടു ഡെറിവേറ്റീവ് എടുക്കണം? ബിക്ക് വിത്ത് റെസ്പെക്ട് എടുക്കണം. നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഡോ വി ബൈ ഡോ എക്സ് പ്ലസ് യു കഴിഞ്ഞാൽ വി ആണ് ഇൻറ്റു ഡോ വി ബൈ ഡോ വൈ പ്ലസ് ഡബ്ല്യു ഇൻറ്റു ഡോ വി ബൈ ഡോ ഇസഡ് പ്ലസ് ഡോ വി ബൈ ഡോ ടി. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ആക്സലറേഷൻ ഇൻ ഇസഡ് ഡയറക്ഷൻ ഇക്വേഷൻ എന്താ? ഓക്കെ, യു ഇൻറ്റു ഇസഡ് ഡയറക്ഷൻ ആണ്. ഇസഡ് ഡയറക്ഷനിലെ വെലോസിറ്റി കമ്പോണന്റ് ഏതാണ്? ഡബ്ല്യു ആണ്. സോ ഡബ്ല്യു വിത്ത് റെസ്പെക്ട് എഴുതി പോയിക്കോ. ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് പ്ലസ് വി ഇൻറ്റു ഡോ ഡബ്ല്യു ബൈ ഡോ വൈ പ്ലസ് ഡബ്ല്യു ഇൻറ്റു ഡോ ഡബ്ല്യു ബൈ ഡോ ഇസഡ് പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡി ടി. കണ്ടോ? ഓക്കെ അല്ലേ? അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ആക്സലറേഷൻ്റെ ഇക്വേഷൻസുകൾ മേക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ആക്സലറേഷനിൽ രണ്ട് കമ്പോണൻറ്റുകളാണുള്ളത്. രണ്ട് കമ്പോണൻറ്റുകൾ, ഒന്ന് കൺവെക്റ്റീവ് ആക്സലറേഷനും മറ്റൊന്ന് ലോക്കൽ ആക്സലറേഷനും. ലോക്കൽ ആക്സലറേഷൻ പറയുന്ന മറ്റൊരു പേരാണ് ടെമ്പറിയൽ ആക്സലറേഷൻ. എന്താണ്? ടെമ്പറിയൽ ആക്സലറേഷൻ. ലോക്കൽ ആക്സലറേഷൻ ഇസ് ഓൾസോ നോൺ ആസ് ടെമ്പറിയൽ ആക്സലറേഷൻ. ഓക്കെ, ഈ കൺവെക്റ്റീവ് ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു പൊസിഷൻ. ചേഞ്ച് ഇൻ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു പൊസിഷൻ ആണ് കൺവെക്റ്റീവ് ആക്സലറേഷൻ എങ്കിൽ ചേഞ്ച് ഇൻ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലോക്കൽ അല്ലെങ്കിൽ ടെമ്പറിയൽ ആക്സലറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പൊസിഷൻ അനുസരിച്ച് വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടെങ്കിൽ അവിടെ വരുന്ന ആക്സലറേഷൻ ആണ് കൺവെക്റ്റീവ് ആക്സലറേഷൻ. ടൈമിനനുസരിച്ച് വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടെങ്കിൽ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ആക്സലറേഷൻ ആണ് ലോക്കൽ അല്ലെങ്കിൽ ടെമ്പറിയൽ ആക്സലറേഷൻ. അപ്പോൾ നമ്മുടെ ഈ ആക്സലറേഷൻ ഇക്വേഷനിൽ ഇത്രയും പാർട്ട് ശ്രദ്ധിക്കുക. ഇത്രയും ഭാഗം ഇവിടെ കണ്ടോ? ഡോ യു ബൈ ഡോ എക്സ്, ഡോ യു ബൈ ഡോ വൈ, ഡോ യു ബൈ ഡോ ഇസഡ്. അപ്പോൾ ഇത്രയും ഭാഗം എന്താണ്? പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ആണ്. അപ്പോൾ ഇതാണ് എന്ത്? കൺവെക്റ്റീവ് ആക്സലറേഷൻ്റെ പാർട്ട്. കൺവെക്റ്റീവ് ആക്സലറേഷൻ്റെ പാർട്ട്. ഓക്കെ, അതേപോലെ ഇത് നോക്കേ, വിത്ത് റെസ്പെക്ട് ടു എന്താണ്? ടൈമാണ്. ചേഞ്ച് ഇൻ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈമാണ്. അപ്പോൾ ഇതാണ് എന്ത്? ലോക്കൽ ആക്സലറേഷൻ്റെ പാർട്ട്. അതേപോലെ ആക്സലറേഷൻ വൈ ഡയറക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും ഭാഗം എക്സ് വൈ ഇസഡ് ഇതെന്തായിരിക്കും? കൺവെക്റ്റീവ് ആക്സലറേഷൻ്റെ പാർട്ടായിരിക്കും. ഇത് വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. ഇത് ലോക്കൽ ആക്സലറേഷൻ്റെ പാർട്ടായിരിക്കും. സിമിലർലി ഇവിടെ നമുക്ക് പറയാം ഇത് കൺവെക്റ്റീവ് ആക്സലറേഷൻ്റെ പാർട്ടാണ്, ഇതെന്താണ്? ലോക്കൽ ആക്സലറേഷൻ്റെ പാർട്ട്. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ ആക്സലറേഷൻ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നത്? മേക്ക് ചെയ്യുന്നത്. ഈ കൺസെപ്റ്റുകളൊക്കെ ഒന്ന് മനസ്സിലാക്കി പോകേണ്ട കൺസെപ്റ്റുകളാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ചോദ്യം, ഇതിൽ ഏത് ഫ്ലോ ഫീൽഡിലാണ് കൺവെക്റ്റീവ് ആക്സലറേഷൻ മാത്രമുള്ളത്? അപ്പോൾ കൺവെക്റ്റീവ് ആക്സലറേഷൻ മാത്രമുള്ള ഫ്ലോ ഫീൽഡ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ലോക്കൽ ആക്സലറേഷൻ അവിടെ എന്താണ്? ലോക്കൽ ആക്സലറേഷൻ അവിടെ എന്താണ്? സീറോ ആണ്. ലോക്കൽ ആക്സലറേഷൻ സീറോ ആണ് അവിടെ. ലോക്കൽ ആക്സലറേഷൻ ഉണ്ടാകാനുള്ള കാരണം എന്താണ്? ലോക്കൽ ആക്സലറേഷൻ മീൻസ് ചേഞ്ച് ഇൻ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. ടൈമിനനുസരിച്ച് വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടാകുന്നു, അതുകൊണ്ടാണ് ലോക്കൽ ആക്സലറേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ലോക്കൽ ആക്സലറേഷൻ സീറോ ആണെന്ന് പറഞ്ഞാൽ ടൈമിനനുസരിച്ച് അവിടെ വെലോസിറ്റിക്ക് എന്തില്ല? ചേഞ്ച് ഇല്ല. വിച്ച് മീൻസ് ദാറ്റ് ആ ഫ്ലോ എന്താണ്? സ്റ്റഡി ഫ്ലോ ആണ് അല്ലേ? സ്റ്റഡി ഫ്ലോ. എന്താ? ഫ്ലൂയിഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം. ടൈമിനനുസരിച്ച് ഫ്ലൂയിഡ് ക്യാരക്ടറിസ്റ്റിക്സിന് ചേഞ്ച് ഇല്ലെങ്കിൽ നമ്മൾ പറയുന്ന പേരാണ് സ്റ്റഡി ഫ്ലോ. അപ്പോൾ ലോക്കൽ ആക്സലറേഷൻ സീറോ എന്ന് പറഞ്ഞാൽ അവിടെ സ്റ്റഡി ഫ്ലോ ആണ് നടക്കുന്നത്. സോ ടൈമിനനുസരിച്ച് അവിടെ വെലോസിറ്റിക്ക് എന്തില്ല? ചേഞ്ച് ഇല്ല. സോ എന്തായാലും സ്റ്റഡി ഫ്ലോ ആണ് എന്നുള്ള കാര്യം മനസ്സിലായി. കാരണം സ്റ്റഡി ഫ്ലോ ആണെങ്കിൽ മാത്രമേ ലോക്കൽ ആക്സലറേഷൻ പാർട്ട് എന്താകുള്ളൂ? സീറോ ആകുള്ളൂ. ഇനി എന്താണ്? കൺവെക്റ്റീവ് ആക്സലറേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൺവെക്റ്റീവ് ആക്സലറേഷൻ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ പൊസിഷൻ മാറുന്നതിനനുസരിച്ച് വെലോസിറ്റിക്ക് എന്തുണ്ടായിരിക്കണം? ചേഞ്ച് ഉണ്ടായിരിക്കണം. പൊസിഷൻ മാറുന്നതിനനുസരിച്ച് വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടായിരിക്കണം. പൊസിഷൻ മാറുന്നതിനനുസരിച്ച് വെലോസിറ്റി ചേഞ്ച് ആകുമ്പോൾ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ആക്സലറേഷൻ ആണ് ഏത്? കൺവെക്റ്റീവ് ആക്സലറേഷൻ അല്ലേ? അപ്പോൾ പൊസിഷൻ മാറുന്നതിനനുസരിച്ച് വെലോസിറ്റി ചേഞ്ച് ഉണ്ടാവണമെങ്കിലേ കൺവെക്റ്റീവ് ആക്സലറേഷൻ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. പൊസിഷൻ മാറുന്നതിനനുസരിച്ച് വെലോസിറ്റി ചേഞ്ച് നടന്നാൽ ആ ഫ്ലോയെ നമ്മൾ പറയുന്ന പേരെന്താണ്? നോൺ യൂണിഫോം ഫ്ലോ. വളരെ ഇമ്പോർട്ടൻറ്റ്. നോൺ യൂണിഫോം ഫ്ലോ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ നമ്മൾ ഇതെല്ലാം പഠിക്കുന്നതാണ് അല്ലേ? യൂണിഫോം ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താ? ഫ്ലൂയിഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു സ്പേസ് അറ്റ് എ ഗിവൺ ടൈം അല്ലേ? ഒരു ഗിവൺ ടൈമിൽ പൊസിഷൻ മാറുന്നതിനനുസരിച്ച് വെലോസിറ്റിക്ക് മാറ്റമില്ലെങ്കിൽ അത് നമ്മൾ യൂണിഫോം ഫ്ലോ എന്ന് പറയുന്നു. ഒരു ഗിവൺ ടൈമിൽ പൊസിഷൻ മാറുന്നതിനനുസരിച്ച് വെലോസിറ്റിയും ചേഞ്ച് ചെയ്താൽ അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? നോൺ യൂണിഫോം ഫ്ലോ എന്ന് പറയുന്നു. അപ്പോൾ നോൺ യൂണിഫോം ഫ്ലോയിലാണ് എന്ത് എക്സിസ്റ്റ് ചെയ്യുന്നത്? കൺവെക്റ്റീവ് ആക്സലറേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചോദ്യം കൺവെക്റ്റീവ് ആക്സലറേഷൻ മാത്രമുള്ള ഫ്ലോ ഫീൽഡ് ഏത്? അതേതായിരിക്കും? സ്റ്റഡി നോൺ യൂണിഫോം ഫ്ലോ. ഓപ്ഷൻ സി ആണ് അവിടെ റൈറ്റ് ആൻസർ അല്ലേ? സ്റ്റഡി നോൺ യൂണിഫോം ഫ്ലോ. കണ്ടോ? സ്റ്റഡി ആയതുകൊണ്ട് ലോക്കൽ ആക്സലറേഷൻ സീറോ ആണ്. നോൺ യൂണിഫോം ആയതുകൊണ്ട് അവിടെ കൺവെക്റ്റീവ് ആക്സലറേഷൻ മാത്രമാണ്.
അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ചോദ്യങ്ങൾ വീണ്ടും വരാം. അതുകൊണ്ട് തന്നെ ഞാൻ നമ്മൾക്ക് ബാക്കിയുള്ള ഫ്ലോസിൻ്റെയും കൂടെ ഞാനൊരു ടേബിളായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. സ്റ്റഡി ആൻഡ് യൂണിഫോം. സ്റ്റഡി ആൻഡ് യൂണിഫോം. സ്റ്റഡി ഫ്ലോ ആണ്, യൂണിഫോം ഫ്ലോ ആണ്. സ്റ്റഡി ഫ്ലോ എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും ലോക്കൽ ആക്സിലറേഷൻ 0 ആയിരിക്കും. യൂണിഫോം ഫ്ലോ എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും കൺവെക്റ്റീവ് ആക്സിലറേഷൻ അവിടെ 0 ആയിരിക്കും. അപ്പോൾ സ്റ്റഡി യൂണിഫോം ഫ്ലോയിൽ ടോട്ടൽ ആക്സിലറേഷൻ 0 ആണ്. അടുത്തത് അൺസ്റ്റഡി ആൻഡ് യൂണിഫോം ഫ്ലോ. അൺസ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താ? ലോക്കൽ ആക്സിലറേഷൻ എക്സിസ്റ്റ് ചെയ്യും. കാരണം ടൈം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ട്. അപ്പോൾ ലോക്കൽ ആക്സിലറേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നു. ഇനി യൂണിഫോം ആണ്. യൂണിഫോം ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താ? പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് അവിടെ വെലോസിറ്റിക്ക് ചേഞ്ച് ഇല്ല. അതുകൊണ്ട് തന്നെ അവിടെ കൺവെക്റ്റീവ് ആക്സിലറേഷൻ 0 ആണ്. അപ്പോൾ അവിടെ ടോട്ടൽ ആക്സിലറേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഏത് മാത്രമാണ്? ലോക്കൽ ആക്സിലറേഷൻ മാത്രമാണ്. അപ്പോൾ ലോക്കൽ ആക്സിലറേഷൻ മാത്രം എക്സിസ്റ്റ് ചെയ്യുന്നത് അൺസ്റ്റഡി യൂണിഫോം ഫ്ലോയിലാണ്. അതേപോലെ അടുത്ത് നോക്കാം, സ്റ്റഡി ആൻഡ് നോൺ യൂണിഫോം. ഇതിനെപ്പറ്റിയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. സ്റ്റഡി ഫ്ലോയിൽ ലോക്കൽ ആക്സിലറേഷൻ 0 ആണ്. നോൺ യൂണിഫോം ഫ്ലോ ആയതുകൊണ്ട് കൺവെക്റ്റീവ് ആക്സിലറേഷൻ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നു. സോ ടോട്ടൽ ആക്സിലറേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതെന്ത് മാത്രമാണ്? കൺവെക്റ്റീവ് ആക്സിലറേഷൻ മാത്രമാണ്. ഇവിടെ ലോക്കൽ ആക്സിലറേഷൻ മാത്രമാണ്. അടുത്ത് നോക്കേ, അൺസ്റ്റഡി ആൻഡ് നോൺ യൂണിഫോം ഫ്ലോ. അൺസ്റ്റഡി ഫ്ലോ ആണ്. അൺസ്റ്റഡി എന്ന് പറയുമ്പോൾ ടൈമിനനുസരിച്ച് വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് ചെയ്യും? ലോക്കൽ ആക്സിലറേഷൻ എക്സിസ്റ്റ് ചെയ്യും. നോൺ യൂണിഫോം ആണ്. പൊസിഷൻ മാറുന്നതിനനുസരിച്ച് വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ട്. അതുകൊണ്ട് അവിടെ എന്തും എക്സിസ്റ്റ് ചെയ്യും? കൺവെക്റ്റീവ് ആക്സിലറേഷനും എക്സിസ്റ്റ് ചെയ്യും. ഇത് രണ്ടും എക്സിസ്റ്റ് ചെയ്യും. അതുകൊണ്ട് ടോട്ടൽ ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ എന്ത് വരും? ഇവിടെ ലോക്കൽ പ്ലസ് കൺവെക്റ്റീവ് വരും. ക്ലിയർ ആണോ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റുകളാണ്. തിയറട്ടിക്കൽ ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ഇനിയും എക്സാമുകൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ കൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇന്നത്തെ സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഫോർ എ സ്റ്റഡി ഇൻകംപ്രസിബിൾ 3-dimensional flow, the continuity equation is given as. For a steady incompressible 3-dimensional flow, കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ ജനറൽ കണ്ടിന്യൂറ്റി ഇക്വേഷൻ നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഈ കണ്ടീഷനിലേക്ക് വരാം. നോക്കാം, നമ്മുടെ ജനറൽ കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്താണ്? ഡോ ബൈ ഡോ എക്സ് ഓഫ് റോ യു പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് റോ വി പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് റോ ഡബ്ല്യു ഇസ് പ്ലസ് ഡോ റോ ബൈ ഡോ ടി ഇസ് ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ജനറൽ കണ്ടിന്യൂറ്റി ഇക്വേഷൻ. ഓർത്തിക്കുക, ഇതാണ് നമ്മുടെ ജനറൽ കണ്ടിന്യൂറ്റി ഇക്വേഷൻ. നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത് 3-dimensional ഫ്ലോ ആണ്. അപ്പോൾ എന്തായാലും 3 ഡയറക്ഷനിലും ഫ്ലോ ഉണ്ട്. സ്റ്റഡി ആണ്, അതേപോലെ ഇൻകംപ്രസിബിൾ ആണ് അല്ലേ? ഇൻകംപ്രസിബിൾ എന്ന് പറയുമ്പോൾ അതിന്റെ മീനിങ് എന്താ? നമ്മൾ പഠിക്കുന്നുണ്ട്. ഇൻകംപ്രസിബിൾ ഫ്ലോ എന്താണ്? ത്രൂ ഔട്ട് ദ ഫ്ലോ ദ ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് റിമെയിൻസ് കോൺസ്റ്റന്റ്. ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റി ത്രൂ ഔട്ട് ദ ഫ്ലോയിൽ കോൺസ്റ്റന്റ് ആണെങ്കിൽ നമ്മൾ ആ ഫ്ലോ എന്തെന്ന് പറയുന്നു? ഇൻകംപ്രസിബിൾ ഫ്ലോ എന്ന് പറയുന്നു അല്ലേ? അപ്പോൾ ഇൻകംപ്രസിബിൾ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി കോൺസ്റ്റന്റ് ആണ്. ഡെൻസിറ്റിക്ക് വേരിയേഷൻ ഇല്ല. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ, വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ ഡെൻസിറ്റിക്ക് മാറ്റം ഉണ്ടോ? ഇല്ല. വൈ ഡയറക്ഷനിൽ മാറ്റമില്ല. ഇസഡ് ഡയറക്ഷനിൽ ഇല്ല. അതേപോലെ ടൈം ചേഞ്ച് ചെയ്യുന്നതിന് ഡെൻസിറ്റിക്ക് വേരിയേഷൻ ഉണ്ടോ? ഇല്ല. കാരണം ഇൻകംപ്രസിബിൾ ഫ്ലോ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് റോ കോൺസ്റ്റന്റ് എടുത്തു കഴിഞ്ഞാൽ ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ വി ബൈ ഡോ വൈ പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ ഇസഡ് പ്ലസ് ഇവിടെ എന്താ വരുന്നത്? ഡോ റോ ബൈ ഡോ ടി 0 ആയിപ്പോയി. കാരണം ഡെൻസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം ഡെൻസിറ്റിക്ക് വേരിയേഷൻ ഇല്ല. കാരണം ഫ്ലോ എന്താണ്? ഇൻകംപ്രസിബിൾ ആണ്. സോ ഈക്വൽ ടു 0. ഇവിടുന്ന് റോ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോയാൽ നമുക്ക് എന്ത് കിട്ടും? ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ വി ബൈ ഡോ വൈ പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ ഇസഡ് ഈക്വൽ ടു 0. ഇതാണ് ഇൻകംപ്രസിബിൾ ഫ്ലോയുടെ കണ്ടീഷൻ. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഉണ്ട്. ഈ കണ്ടീഷൻ വാലിഡ് ഫോർ ബോത്ത് സ്റ്റഡി ഇൻകംപ്രസിബിൾ ഫ്ലോ. ഇത് സ്റ്റഡി ഇൻകംപ്രസിബിൾ ഫ്ലോയ്ക്കും ഈ കണ്ടീഷൻ വാലിഡ് ആണ്. അൺസ്റ്റഡി, ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അൺസ്റ്റഡി ഇൻകംപ്രസിബിൾ ഫ്ലോയ്ക്കും ഈ കണ്ടീഷൻ എന്താണ്? വാലിഡ് ആണ്. കണ്ടോ? സ്റ്റഡി ഇൻകംപ്രസിബിൾ ഫ്ലോയ്ക്കും ഈ കണ്ടീഷൻ വാലിഡ് ആണ്. അൺസ്റ്റഡി ഇൻകംപ്രസിബിൾ ഫ്ലോയ്ക്കും ഈ കണ്ടീഷൻ വാലിഡ് ആണ്. അപ്പോൾ ഇൻകംപ്രസിബിൾ ഫ്ലോ എന്നൊരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? ഇത് അപ്ലൈ ചെയ്യാം. കാരണം അൺസ്റ്റഡിക്ക് ഇത് വാലിഡ് ആണ് എന്ന് പറയാൻ കാരണം നമുക്കിവിടെ ഡോറോ ബൈ ഡോ ടി, ഇവിടെ സ്റ്റഡി അൺസ്റ്റഡി എന്ന് പറയുമ്പോൾ വിച്ച് മീൻസ് ദാറ്റ് ടൈം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് മറ്റേതോ ഒരു ഫ്ലൂയിഡ് ക്യാരക്ടറിസ്റ്റിക്സിന് ചേഞ്ച് ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അൺസ്റ്റഡി എന്ന് പറയുന്നത് അല്ലേ? പക്ഷെ ഇവിടെ നമ്മളെ ഇൻകംപ്രസിബിൾ ഉണ്ടായതുകൊണ്ട് തന്നെ ഡെൻസിറ്റി എന്തായാലും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അതിന് ടൈമിനനുസരിച്ചാണെങ്കിലും പൊസിഷൻ അനുസരിച്ചാണെങ്കിലും ഡെൻസിറ്റി എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അതിന് മാറ്റമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഇക്വേഷൻ ഇതിന് രണ്ടിനും അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യം വ്യക്തമായി ഓർക്കുക. പക്ഷെ നമ്മുടെ ചോദ്യം ഇവിടെ സ്റ്റഡി എന്ന് തന്നെയായിരുന്നു. സോ ഒരു കൺഫ്യൂഷനും ഇല്ല. നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻ ബിയിലേക്ക് പോകാം. പക്ഷെ ഇതേ ചോദ്യം അൺസ്റ്റഡി ഇൻകംപ്രസിബിൾ 3-dimensional ഫ്ലോ എന്ന് വന്നാലും ആൻസർ എന്ത് തന്നെയാണ്? ഓപ്ഷൻ ബി തന്നെയാണ്. ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ വി ബൈ ഡോ വൈ പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ ഇസഡ് ഷുഡ് ബി ഈക്വൽ ടു 0. അതൊരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ആണ്. അതും കൂടെ ഒന്ന് നോട്ട് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂറ്റി ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസുകളൊക്കെ നമുക്ക് എക്സാമുകൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. യെസ്, ഓക്കെ.
അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷനിൽ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ ഏകദേശം ഒരു 5ഓളം ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ കുറച്ച് കൺസെപ്റ്റുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റോയൽ ബാച്ച് ഇനി വരാൻ പോകുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ വിന്നേഴ്സ് ആൻഡ് ടെക്കപ്പ് ക്ലാസ്സസിൽ റോയൽ ബാച്ച് ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഫ്രം ബേസ് ഓൺവേർഡ്സ് കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് എല്ലാ സബ്ജക്ട്സിൻ്റെയും നടക്കുന്നത്. അപ്പോൾ ആ ബാച്ചിനോടൊപ്പം ചേർത്ത് നമ്മളോടൊപ്പം ചേർന്ന് പഠിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത മറ്റൊരു സെഷനിൽ നെക്സ്റ്റ് സെഷനിൽ അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസുമായി നമുക്ക് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ താങ്ക് യു ഓൾ ആൻഡ് ടേക്ക്